Prove that sin square 6x minus sin square 4x equal to sin 2x into sin 10x എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ എഴുതാം. സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ ഒരു റിസൾട്ട് കാണാതെ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് ആൻസർ എഴുതാം. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തും വൈയുടെ സ്ഥാനത്തും ഉള്ള വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. എക്സിൻ്റെ സ്ഥാനത്തൂടെ കിടക്കുന്ന എന്താണ്? അപ്പോൾ സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 6x പ്ലസ് 4x ഇൻറ്റു സൈൻ 6x മൈനസ് 4x. അപ്പോൾ ആൻസർ എഴുതുമ്പോഴത്തേക്ക് സൈൻ 10x ഇൻറ്റു സൈൻ ഇത് 6xൽ നിന്ന് 4x സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2x കിട്ടും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. ഇതാണ് ഒരു മെത്തേഡ്. ഈ റിസൾട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ വൈ എന്നുള്ള റിസൾട്ട് അറിയാമെങ്കിൽ എഴുതിയിട്ട് പെട്ടെന്ന് ചെയ്യാം. ഈ റിസൾട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിലും കൂടി ചെയ്യാം. അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത മെത്തേഡ് ഇപ്പോൾ ഈ ഇക്വേഷൻ അറിയാത്ത കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുള്ളൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഇതിനെ നമുക്ക് LHS എടുത്ത് എഴുതുക. സൈൻ സ്ക്വയർ 6x, അതിന് സൈൻ 6x ഹോൾ സ്ക്വയർ എന്നാണ് അർത്ഥം. സൈൻ സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്, സൈൻ 6x ദ ഹോൾ സ്ക്വയർ മൈനസ്, എളുപ്പത്തിനാണ് നമ്മൾ സൈൻ സ്ക്വയർ 6x എന്ന് എഴുതുന്നത്. യഥാർത്ഥത്തിൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്, സൈൻ 6x ദ ഹോൾ സ്ക്വയർ. അപ്പം അടുത്ത ടേം സൈൻ 4x ആണല്ലോ. അപ്പോൾ സൈൻ 4x ദ ഹോൾ സ്ക്വയർ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സൈൻ സ്ക്വയർ എന്ന് എഴുതുന്നത്. ഇതുപോലെ ക്വസ്റ്റ്യന് കാണിച്ചിരിക്കുന്നത് പോലെ സൈൻ സ്ക്വയർ എന്ന് എഴുതുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ LHS എടുത്ത് എഴുതി. അപ്പോൾ ഈ LHSൽ നിന്ന് നമുക്കിത് ഏത് ഫോമിലാണെന്ന് മനസ്സിലായി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണെങ്കിൽ നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് സൈൻ 6x ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സൈൻ 6x പ്ലസ് സൈൻ 4x ഇൻറ്റു അടുത്ത ബ്രാക്കറ്റിലുള്ളത് ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ മാറ്റി എഴുതാം. സൈൻ 6x മൈനസ് സൈൻ 4x ഇൻറ്റു ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് അറിയണം. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്നും ഇത് സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ ഫസ്റ്റിലെ ഇക്വേഷൻ എഴുതാം. നമുക്ക് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്താണ്? ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഈ റിസൾട്ടാണ് വരുന്നത്. മൈനസ് സൈൻ വൈ ആണെങ്കിൽ അങ്ങനെ വരും. അപ്പോൾ ഈ രണ്ട് റിസൾട്ട് ഉപയോഗിച്ച് അറിയണം നമുക്ക്, എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രണ്ട് റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെയ്യാനുള്ളത് ഇതിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ, ഇവിടെ സൈൻ എക്സ് മൈനസ് സൈൻ വൈ. റിസൾട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ എഴുതുമ്പോഴത്തേക്ക് 2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2. അപ്പോൾ 6x പ്ലസ് 4x ബൈ 2 ഇൻറ്റു കോസ് 6x മൈനസ് 4x ബൈ 2. ആദ്യത്തെ കിട്ടിക്കഴിഞ്ഞു. അത് ഇൻറ്റു ഇത് സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ എന്താ വരുന്നത്? ഇൻറ്റു 2 ഇൻറ്റു കോസ് ആണ് വരുന്നത്, ആദ്യം വരുന്നത് മൈനസ് ആയതുകൊണ്ട് 6x പ്ലസ് 4x ബൈ 2 ഇൻറ്റു സൈൻ 6x മൈനസ് 4x ബൈ 2. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6x പ്ലസ് 4x എന്ന് പറയുമ്പോൾ 10x വരും. 10x ബൈ 2 ഇവിടെ വരും. അടുത്ത ടൈമിനകത്താണ് 6x മൈനസ് 4x എന്ന് പറയുമ്പോൾ 2x വരും ബൈ 2 വരും. അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആദ്യത്തിനകത്ത് നിന്ന് 5x എന്നും അടുത്തത് x എന്നും വരും. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ഈ ബ്രാക്കറ്റിനകത്ത് 5x എന്നും കോസ് എക്സിൻ്റെ ബ്രാക്കറ്റിനകത്ത് നമുക്ക് x എന്നും എഴുതാം. അതുപോലെ തന്നെ താഴെയും വരും. ആഡ് ചെയ്യുന്നിടത്ത് 5x സബ്ട്രാക്റ്റ് ചെയ്യുന്നിടത്ത് x വരും. അപ്പോൾ അടുത്ത സൈൻ 5x എന്ന് കിട്ടിയല്ലോ, 10x ബൈ 2. കോസ് x എന്ന് കിട്ടിയല്ലോ, 2x ബൈ 2. അപ്പോൾ ആദ്യത്തേൻ്റെത്
രണ്ടാമത്തതിൻ്റെ അടുത്തതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 cos 5x ഇൻറ്റു സൈൻ എക്സ് എന്ന് വരും. ഇവിടെ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് ഇതെല്ലാം ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ ഏത് ഓർഡർ വേണമെങ്കിലും എഴുതാം. ഈ 2 sin 5x cos 5x കൂടി ഒരുമിച്ച് എഴുതാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അതാ ചെയ്യുന്നത്. 2 sin 5x ആംഗിൾ ഒരുപോലെ വരുന്നത് ഒരുമിച്ച് എഴുതാം. ഇൻറ്റു cos 5x അടുപ്പിച്ചടുപ്പിച്ച് എഴുതി. ഇൻറ്റു അടുത്തത് ഈ 2ഉം cos എക്സും സൈൻ എക്സും കൂടി ഒരുമിച്ച് എഴുതാം. 2 ഇൻറ്റു സൈൻ എക്സ് ആദ്യം എഴുതി, ഓർഡർ എഴുതുന്നതിന് കുഴപ്പമില്ല, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് cos എക്സ് എന്ന് എഴുതി. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എഴുതി കഴിയുമ്പോൾ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നതെന്ന് കാണാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 sin തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ sin 2 തീറ്റ എന്നാണ്. ഇപ്പോൾ ഇതേ ഫോമിലാണല്ലോ ഇവിടെ കിടക്കുന്നത്. തീറ്റയുടെ സ്ഥാനത്ത് ആദ്യത്തെ ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ 5x സ്ഥാനത്ത് തീറ്റ എന്ന് മനസ്സിൽ കണ്ടാൽ മതി. നമ്മൾ അങ്ങനെ വിചാരിച്ചെന്ന് എഴുതി കഴിഞ്ഞാൽ 2 sin തീറ്റ കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ വരുന്നത്? sin 2 തീറ്റ. അപ്പോൾ അടുത്തതും അതുപോലെയാണ്. എക്സിൻ്റെ തീറ്റയുടെ സ്ഥാനത്ത് എക്സ് ആണല്ലോ കിടക്കുന്നത്, അവിടെയും നമുക്ക് sin 2 തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്താ വരുന്നത് നോക്കാം. sin 2 തീറ്റ എന്ന് എഴുതാം. തീറ്റയുടെ സ്ഥാനത്ത് 5x ആണ്, അപ്പോൾ 5x എന്ന് എഴുതി. ഇൻറ്റു അടുത്തത് sin 2 തീറ്റ എന്ന് എഴുതാം. 2 ഇൻറ്റു തീറ്റയുടെ സ്ഥാനത്ത് എക്സ് ആണ്, അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് സൈൻ ഈ 2ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 10x എന്ന് എഴുതാം. ഇൻറ്റു sin 2x. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് RHSൽ. sin 10x ഇൻറ്റു sin 2x എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ റിസൾട്ട് തന്നെ ആൻസർ തന്നെ കിട്ടി. ഓക്കെ, താങ്ക് യു.